അപ്പോൾ ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. അടുത്ത ഇനി ഏതിനെപ്പറ്റി സംസാരിക്കാം? ഉലുവയെക്കുറിച്ച് സംസാരിക്കാം. ഉലുവയെക്കുറിച്ച് കേൾക്കാത്തവരാരും കാണൂല്ലോ അല്ലേ? ഉലുവ പ്രമേഹ രോഗികൾക്ക് വളരെ മികച്ച ഒരു ഭക്ഷണമാണ്. എല്ലാം മികച്ച തന്നെയാണല്ലേ. എന്നാൽ ഉലുവയ്ക്കൊരു പ്രത്യേക സ്ഥാനമുണ്ട്. ഉലുവ നമ്മൾ ഉപയോഗിക്കുന്നത് പല രൂപത്തിൽ പല ഭാവത്തിലാണ്. ഉലുവ നമ്മുടെ സാക്ഷാൽ കർക്കിടക കഞ്ഞിയുടെ ഒരു പ്രധാന ചേരുവയാണ്. ഉലുവയിലും ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. നാരുകളെന്ന് പറഞ്ഞ് ഞാൻ തന്നെ മടുത്ത്. പക്ഷെ സത്യം പറഞ്ഞാൽ ഉലുവയിലും ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. ഈ നാരുകൾ വളരെ ആരോഗ്യകരമാണ്. ഇവ കൂടാതെ ഉലുവയിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രധാന ഘടകമുണ്ട്. ഇതൊരു ആൽക്കലോയിഡാണ്. ഇതിൻ്റെ പേര് ട്രിഗുണാലിൻ. ഉച്ചാരണം എനിക്ക് കറക്റ്റ് കിട്ടിയിട്ടില്ല. ട്രൈഗുണാലിൻ എന്നിപ്പോൾ നമുക്ക് വായിക്കാം. ഇതാണ് സ്പെല്ലിങ് കേട്ടോ. ഇതാണ് സ്പെല്ലിങ്. ഇവ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു ആൽക്കലോയിഡാണ്. ഉലുവ വേണമെങ്കിൽ നമുക്ക് പയർ പോലെ മുളപ്പിച്ച് ഉപയോഗിക്കാം. ഏറ്റവും ഈസി പൊടിച്ച് നമ്മൾ സാധാരണ കറികളിലും ഇതേപോലെ ചേരുവയായിട്ട് ചേർത്ത് ഉപയോഗിക്കുന്നത് തന്നെയാണ്. പിന്നെ ഒരു കാര്യം എടുത്ത് പറഞ്ഞോട്ടെ, പലരുടെ ഒരു പ്രധാന പരിപാടിയാണ് ഉലുവ വെള്ളത്തിലിട്ട് ആ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ചിലർക്ക്. ഇങ്ങനെ ചെയ്യുമ്പം ഉലുവയുടെ ഗുണങ്ങളെല്ലാം ഇങ്ങനെ വെള്ളം തിളപ്പിച്ച് കുടിക്കുമ്പോൾ കിട്ടും എന്നാണ് ഇവരുടെ വിശ്വാസം. ഇത് തെറ്റാണ്. ഉലുവ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് തിളപ്പിച്ചിട്ട് പിന്നെ ആ വെള്ളം മാത്രം എടുത്ത് കുടിച്ചിട്ട് കാര്യമില്ല. ഉലുവ ഒരു ഘടകമായിട്ട് ആഹാരത്തിൽ കൂടെ ചേർത്ത് കഴിക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ടും അതിൻ്റെ ഗുണങ്ങളൊക്കെ ശരീരത്തിന് ലഭിക്കാൻ ആവശ്യമായിട്ടുള്ളത്. ഉലുവ. സോ ഒന്നെങ്കിൽ ഉലുവ ഒരു ഘടകമായിട്ട് ആഹാരത്തിൽ ചേർത്ത് കഴിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, മുളപ്പിച്ച് കഴിക്കുക. ഈ ഉലുവ പയറിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. പയർ നമുക്ക് മുളപ്പിച്ച് കഴിക്കുന്ന ഒരു ശീലം ഉണ്ടല്ലോ, അതേപോലെ തന്നെയാണ് ഉലുവയും മുളപ്പിച്ച് കഴിക്കുന്നത്. പയർ വർഗ്ഗത്തിൽ പെട്ടിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. മുതിര, ചെറുപയർ, പിന്നെ രാജ്മ എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഉണ്ട്. അതിനെപ്പറ്റി കൂടുതൽ ഇപ്പോൾ പറഞ്ഞുതരാൻ എനിക്കറിയത്തില്ല. പിന്നെ നമ്മുടെ സോയാബീൻ എല്ലാം പയർ കുടുംബത്തിൽപ്പെട്ടവരാണ്. ഇവരെല്ലാം തന്നെ പ്രോട്ടീൻ്റെയും ഫൈബറിൻ്റെയും ഫ്ലേവിനോയിഡുകളെയും എല്ലാം ഒരു നല്ല കലവറയാണ്. സോ ഈ പറഞ്ഞവയെല്ലാം പ്രമേഹ രോഗികൾക്ക്, നമ്മുടെ പയറായിക്കോട്ടെ, ചെറുപയറായിക്കോട്ടെ, സോയാബീൻ ആയിക്കോട്ടെ, രാജ്മ ആയിക്കോട്ടെ, ഇവയെല്ലാം പ്രമേഹ രോഗികൾക്ക് ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഈ ഫാമിലിയിൽ നിന്ന് മാറി, പയർ ഫാമിലിയിൽ നിന്ന് മാറി എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റത്തിൽ പഠിക്കാം. വെളുത്തുള്ളിയും ഉള്ളിയും കൃത്യമായ അളവിൽ ആഹാരത്തിൽ ചേർത്ത് കറികളിലും മറ്റും ചേർത്ത് കഴിക്കേണ്ടത് പ്രമേഹ രോഗികൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ശരീരത്തിന് ചെറിയ ചെറിയ അളവിൽ ലഭിച്ചിരിക്കേണ്ട ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇത്തരം ചെറിയ ചെറിയ അളവിൽ ശരീരത്തിലേക്ക് കടന്ന് ചെല്ലേണ്ട ഘടകങ്ങൾ ശരീരത്തിന് ലഭിക്കാൻ മികച്ച സ്രോതസ്സുകളാണ് ഉള്ളി, വെളുത്തുള്ളി എന്നിവ. ഞാൻ തന്നെ മുമ്പ് ഘോരം പറഞ്ഞിട്ടുള്ള കാര്യമാണ് കുർസെറ്റിൻ. ഈ കുർസെറ്റിൻ്റെ ഒരു മികച്ച സ്രോതസ്സാണ് ഉള്ളി. കുർസെറ്റിൻ മാത്രമല്ല, അലിസിൻ എന്ന് പറഞ്ഞ ഒരു കോമ്പൗണ്ട് ഉണ്ട്, അലിസിൻ. ഈ കുർസെറ്റിനായിക്കോട്ടെ, അലിസിനായിക്കോട്ടെ, ഇവയെല്ലാം തന്നെ രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് കുറച്ചു കൊണ്ടുവരാൻ കഴിവുള്ള കപ്പാസിറ്റിയുള്ള ഘടകങ്ങളാണ്. സോ നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ടിട്ട് ഒരു പരിപാടിയില്ല എന്നുള്ള കാര്യവും കൂടി മനസ്സിലങ്ങ് ഉറപ്പിക്കുക. പ്രത്യേകിച്ചും നമ്മുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഉണ്ടല്ലോ, അതായത് ആഹാരം കഴിക്കാതെ ഉള്ള സമയത്തുണ്ടാകുന്ന ബ്ലഡ് ഷുഗർ, ആഹാരത്തിന് മുമ്പേ പോയി ചെക്ക് ചെയ്ത് അറിയുന്ന ബ്ലഡ് ഷുഗർ ഉണ്ടല്ലോ, ഇതൊക്കെ ഒന്ന് നിയന്ത്രിച്ചു കൊണ്ടുവരാൻ വെളുത്തുള്ളിയൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന സലാഡുകൾക്ക് പ്രത്യേകം കഴിവുള്ളതായി റിപ്പോർട്ടുകളുണ്ട്. എനിവേ, അപ്പോൾ ഉള്ളിയായി, വെളുത്തുള്ളിയായി, ഇനി നമുക്ക് ഏതെങ്കിലും പഴത്തിലേക്ക് തന്നെ തിരിച്ചു പോകാം അല്ലേ? പഴങ്ങളെന്ന് പറയുമ്പം പഴുക്കാത്ത നേന്ത്രപ്പഴം, നമ്മുടെ നാട്ടിൽ ഞാൻ ഏത്തപ്പഴം എന്നാണ് പറയുന്നത്. ഈ ഏത്തപ്പഴം സത്യം പറഞ്ഞാൽ കുറച്ച് വിഷയം തന്നെയാണ്. ഇവനിൽ കാർബോഹൈഡ്രേറ്റും കലോറിയും എല്ലാം വളരെ ഉയർന്ന അളവിലാണ് അടങ്ങിയിട്ടുള്ളത്. സോ പഴുത്ത നേന്ത്രപ്പഴം അല്ലെങ്കിൽ പഴുത്ത ഏത്തപ്പഴം ആസച്ച് കഴിക്കുന്നത് വൻ പ്രശ്നം തന്നെയാണ് ഷുഗർ രോഗികളെ സംബന്ധിച്ച്. കാരണം ഇത് കഴിക്കുമ്പോഴേക്കും രക്തത്തിലെ ഷുഗർ കൂടാനുള്ള സാധ്യത, പഴുത്തിട്ടുള്ള ഏത്തപ്പഴം കഴിക്കുന്നത് രക്തത്തിലുള്ള ഷുഗറിൻ്റെ അളവ് കൂടുന്നതിന് തന്നെ കാരണമാകും. എന്ന് കരുതി നമ്മൾ ഏത്തപ്പഴം അല്ലെങ്കിൽ നേന്ത്രപ്പഴം ഒഴിവാക്കേണ്ട കാര്യമില്ല, പൂർണ്ണമായി ഒഴിവാക്കേണ്ട കാര്യമേ ഇല്ല. അതിനൊരു കുറുക്ക് വഴിയുണ്ട്. അതാണ് ഇന്നിപ്പോൾ നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്. പഴുക്കുന്തോറുമാണ് ഈ പഴത്തിലുള്ള ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുന്നത്. സോ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അധികം പഴുക്കാത്ത നേന്ത്രപ്പഴമാണ്. ഈ അധികം പഴുക്കാത്ത നേന്ത്രപ്പഴം പാറക്കല്ല് പോലെ ഇരിക്കില്ല ഡോക്ടർ, ഇതെങ്ങനെ കഴിക്കാമെന്നല്ലേ? ഇത് പുഴുങ്ങി ചെറു കഷ്ണങ്ങളാക്കി നിങ്ങൾക്ക് കഴിക്കാം. പുഴുങ്ങുമ്പോഴേ ഇതിന് കട്ടി കുറയും, കഴിക്കാനും എളുപ്പമാണ്. ഇങ്ങനെ ചെറു കഷ്ണങ്ങളായിട്ട് പുഴുങ്ങി വെച്ചിരിക്കുന്ന ഏത്തപ്പഴം അല്ലെങ്കിൽ നേന്ത്രപ്പഴം ചെറിയ അളവിൽ ആഹാരത്തിന് ഇടവേളകളിൽ കഴിക്കുന്നത് പ്രമേഹ രോഗികൾക്ക്, ടൈപ്പ് 2 ഡയബറ്റീസ് ഒക്കെ ഉള്ളവർക്ക് വളരെ ആശ്വാസകരമായി അനുഭവപ്പെടാറുണ്ട്. കാരണം ഡയബറ്റീസ് ഉള്ളവരുടെ ഒരു വലിയ പ്രശ്നമാണ് ഭയങ്കര അമിതമായിട്ടുള്ള വിശപ്പാണ്.
സോ ഇങ്ങനെ അധികം പഴുക്കാത്ത നേന്ത്രപ്പഴം ചെറു കഷ്ണങ്ങളാക്കി ചെറിയ അളവിൽ പ്രധാന ഭക്ഷണത്തിൻ്റെ ഇടവേളകളിലായി കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് അധികം ഉയരുകയില്ല, വയറ്റിലുള്ള വിശപ്പും ഒന്ന് ഒതുങ്ങിക്കിട്ടുകയും ചെയ്യും. ഇതുപോലെ തന്നെ പച്ച നേന്ത്രക്കായ നമുക്ക് ചുട്ടെടുത്തോ തോരനായിട്ടോ ഒക്കെ ഉപയോഗിക്കാം. പക്ഷേ ഏറ്റവും കൂടുതൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്നത് ഇങ്ങനെ പുഴുങ്ങിയിട്ട് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് ഒരു പ്ലേറ്റിൽ അടച്ച് കൊണ്ടുപോന്നിട്ട് ഇപ്പോൾ ഓഫീസിൽ വെച്ച് ഇങ്ങ് കഴിക്കാം. ബിസ്ക്കറ്റ് എടുത്ത് കഴിക്കാതെ ഓഫീസിൽ വെച്ച് എടുത്ത് കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണിത്. ഇനി അടുത്തത് പറയുന്നതും ഒരു ഫ്രൂട്ടിനെ കുറിച്ചാണ്, നെല്ലിക്ക. പ്രമേഹ രോഗികളെ സംബന്ധിച്ചിടത്തോളം നെല്ലിക്ക ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്, ഒരു പ്രിയ സുഹൃത്താണ്. ഇന്ന് മാർക്കറ്റിൽ പ്രമേഹ രോഗികളെ ലക്ഷ്യം വെച്ച് ധാരാളം പ്രോഡക്റ്റുകൾ ഇറങ്ങുന്നുണ്ട്. ധാരാളം പ്രോഡക്റ്റുകൾ രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് കുറയ്ക്കുന്നതിനായിട്ടും പ്രമേഹം കാരണം ഉണ്ടാകുന്ന ഉപദ്രവങ്ങൾ, അതായത് ചിലർക്കത് കണ്ണിനെ ബാധിക്കാറുണ്ട് ഒരു ലോങ് റണ്ണിൽ, അതേപോലെ കിഡ്നിയെ ബാധിക്കാറുണ്ട്. ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ മേടിച്ച് ഉപയോഗിക്കുമ്പോൾ അവരുടെ വാദം ഇത്തരം അവയവങ്ങളെ ഒന്നും ബാധിക്കില്ല എന്നുള്ളതാണ്. അത് എത്രത്തോളം സത്യാവസ്ഥയുണ്ടെന്ന് നമുക്ക് ഇനിയും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ പ്രോഡക്റ്റുകളിൽ ഭൂരിഭാഗവും നെല്ലിക്ക ബേസ് ചെയ്താണ് ഉണ്ടാക്കുന്നത്. നെല്ലിക്ക ഒരു പ്രധാന ഭാഗമാണ് ഇത്തരം പ്രോഡക്റ്റുകളിൽ പലതിൻ്റെയും. നിങ്ങൾ അടുത്ത് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നെല്ലിക്കയിൽ ധാരാളമായിട്ട് ഫീനോളിക് ഘടകങ്ങളുണ്ട്, അതേപോലെ വൈറ്റമിൻ സി ഉണ്ട്. ഇവ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ്. എന്തിനു പറയുന്നു, HbA1c പോലും ഒന്ന് കുറച്ചുകൊണ്ട് വരാൻ നെല്ലിക്ക കൊണ്ടുള്ള പ്രയോഗങ്ങൾക്ക് കഴിവുണ്ടെന്നാണ് പഠന റിപ്പോർട്ടുകൾ പറയുന്നത്. അതുപോലെ ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി, ഇൻസുലിൻ്റെ സംവേദനക്ഷമത കൂട്ടാനും നെല്ലിക്കയ്ക്ക് പ്രത്യേകമായ ഒരു കഴിവുണ്ട്. ഇതിനോടൊപ്പം നെല്ലിക്കയിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻ്റ് ഘടകങ്ങൾ, ഈ ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇവ പ്രമേഹം കാരണം ഉണ്ടാകുന്ന വ്രണങ്ങൾ ഉണങ്ങി വരാൻ വളരെ സഹായകരമാണ്. ഈ ആൻറ്റി ഓക്സിഡൻസ് എന്താണെന്ന് അറിയാൻ താല്പര്യമുള്ളവർ ചാനലിലുള്ള ഏതെങ്കിലും ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ മതി. ഏതാണ്ട് എല്ലാ വീഡിയോസിലും ഞാൻ ആൻറ്റി ഓക്സിഡൻസിനെ പറ്റിയും ആൻറ്റി ഓക്സിഡൻറ്റ് ശരീരത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവ കാരണം നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്ന ഗുണങ്ങളെപ്പറ്റിയും വിശദമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. ഈ പ്രമേഹ ബാധിതരിൽ കാണപ്പെടുന്ന ഒരു വലിയ പ്രശ്നമാണ് മുറിവുകൾ. ചെറിയ മുറിവുകൾ ഉണ്ടായിട്ട് ഉണങ്ങാതെ വ്രണങ്ങളായിട്ട് മാറാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്, ഇവരിൽ ഒരു സാധ്യതയുണ്ട്. അത് തടയാൻ ഈ കാട്ടുനെല്ലിക്ക എന്നല്ലേ പറയുന്നത്, ഒരു സവിശേഷമായിട്ടുള്ള സ്വഭാവമുണ്ട്. ഇത് മാത്രമല്ല, ഇനി ആൾറെഡി ഇതിനോടകം തന്നെ നിങ്ങൾക്ക് ഡയബറ്റിക് ആയിട്ടുള്ള വ്രണങ്ങളുണ്ട്, പ്രമേഹ കാരണം വ്രണങ്ങളുണ്ടെങ്കിൽ അവ ഉണങ്ങി വരാനും ഈ കാട്ടുനെല്ലിക്ക ജ്യൂസ് അടിച്ച് കുടിക്കുന്നതും മറ്റും സഹായകരമാണ്. വീണ്ടും ഞാൻ എടുത്തു പറയുന്നു, കാഴ്ച. പ്രമേഹം ദീർഘകാലമായി സങ്കീർണമായി മാറുന്നവരിൽ ഉണ്ടായേക്കാവുന്ന നേത്ര രോഗങ്ങളെ ചെറുക്കാൻ ഈ നെല്ലിക്ക ബെസ്റ്റാണ്. സോ പ്രമേഹ ബാധിതരും പ്രമേഹം ഉണ്ടാവാൻ സാധ്യതയുള്ളവരും കുടുംബത്തിൽ പ്രമേഹമുള്ളവരുമെല്ലാം ഈ നെല്ലിക്കയും കോവയ്ക്കയും പാവയ്ക്കയും എല്ലാം ഇനി ഭക്ഷണത്തിൻ്റെ ഒരു പ്രധാന ഘടകമായിട്ട് നിങ്ങൾ ഉൾക്കൊള്ളിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഘോരം വാദിക്കുന്നത്. സോ വി ആർ കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്. നമ്മൾ ഏതൊക്കെ എടുത്തു? നെല്ലിക്ക പറഞ്ഞു, പാവയ്ക്ക പറഞ്ഞു, കോവയ്ക്ക പറഞ്ഞു, നേന്ത്രക്ക പറഞ്ഞു, മധുരക്കിഴങ്ങ് പറഞ്ഞു, തിനേരി പറഞ്ഞു. ഇവയെല്ലാം കൂടെ ഒരു സലാഡ് രൂപത്തിലാക്കി, ഇവയെല്ലാം കൂടെ ചേർത്ത് ഒരു സലാഡ് രൂപത്തിൽ കഴിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഈ സലാഡിലേക്ക് ചേർക്കുന്നതിനായിട്ട് ഒരു ഘടകം കൂടി പറഞ്ഞുതരാം, ബാർലി. തവിട് കളയാത്ത ബാർലി നാരുകളും മെഗ്നീഷ്യവും ക്രോമിയവും കോപ്പറും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരൊന്നൊന്നര വിഭവമാണ്. പ്രമേഹ രോഗികൾക്ക് മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടായി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത് ഇടുപ്പിന് ചുറ്റും അമിതമായിട്ട് കൊഴുപ്പടിഞ്ഞ് കൂടി രക്തസമ്മർദ്ദം വർദ്ധിച്ച് രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവൊക്കെ കൂടി വരുന്ന ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. ഇങ്ങനെ മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടായി വരുന്നത് തടയാനും ബാർലി നല്ലതാണെന്ന് പുതിയ പഠനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ബാർലി വേവിച്ച് സലാഡിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാം, അല്ലെങ്കിൽ മറ്റ് ധാന്യങ്ങളുമായി കൂട്ടിച്ചേർത്ത്, ഉദാഹരണത്തിന് ഗോതമ്പ് കഞ്ഞി എന്നിവയുമായിട്ട് ചേർത്ത് കഴിക്കാവുന്നതാണ്. അരിയും ഗോതമ്പും ഒക്കെ പോലെ തന്നെ ബാർലിയും അതിൻ്റെ തവിട് ചേർന്ന് വരുന്നത് തന്നെയാണ് ഏറ്റവും മികച്ചത്. ഈ തവിട് നീക്കം ചെയ്തിട്ടുള്ള പോളിഷ്ഡ് ആയിട്ടുള്ള ബാർലിയാണ് ഇന്ന് കൂടുതൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടുന്നത്. ഇത് കാണാനും നല്ല സുന്ദരമാണ്, പക്ഷേ തവിട് കളയാത്ത ബാർലിയാണ് ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് ഏറ്റവും നല്ലത്. പ്രീ ഡയബറ്റിക് അവസ്ഥയിലുള്ളവർക്ക്, അതായത് ഡയബറ്റീസ് ഉടലെടുത്ത് വരുന്നവർക്ക് ഇത്തരം ബാർലി ഉപയോഗിക്കുന്നത് വഴി രോഗം മൂർച്ഛിക്കാനുള്ള സാധ്യത തടഞ്ഞ് നിർത്താമെന്നും ഇൻസുലിൻ ഉപയോഗിക്കേണ്ട അവസ്ഥയിലേക്ക് പോകാതെ രോഗികളെ സേവ് ചെയ്യാമെന്നും പഠനങ്ങൾ നിരീക്ഷിക്കുന്നു. ഇങ്ങനെ ആഹാര നിയന്ത്രണത്തിലൂടെ പ്രമേഹം വരുതിയിൽ കൊണ്ടുവരിക എന്നുള്ളത് നമ്മൾ ഘോരം പറയുന്നുണ്ടെങ്കിലും ആഹാര നിയന്ത്രണത്തിലൂടെ മാത്രം പ്രമേഹം വരുതിയിൽ കൊണ്ടുവരിക എന്നുള്ളത് അത്ര പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. തുടക്കഘട്ടത്തിലാണെങ്കിൽ മാത്രമാണ് പ്രമേഹം നമുക്ക്
ആഹാര നിയന്ത്രണത്തിലൂടെ രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് നിയന്ത്രിച്ച് നിർത്താൻ കഴിയുന്നത്. കൃത്യമായ മരുന്നുകൾ കഴിക്കുന്നത്, അതിന് ആയുർവേദമായിക്കോട്ടെ, അലോപ്പതി ആയിക്കോട്ടെ, ഹോമിയോപ്പതി ആയിക്കോട്ടെ, രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് സുരക്ഷിതമായിട്ടുള്ള ഒരു നിലയിൽ നിലനിർത്താൻ നിങ്ങളെ വളരെ സഹായിക്കുന്ന ഒരു ഘടകമാണ്. ഇതിനുവേണ്ടി ആയുർവേദത്തിൽ മികച്ച ഔഷധങ്ങൾ തന്നെ ലഭ്യമാണ്. പ്രമേഹം കൂടുതൽ വഷളാകാതിരിക്കാൻ സഹായിക്കുന്നതിനോടൊപ്പം പ്രമേഹം കാരണം രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് കൂടി മറ്റ് അവയവങ്ങളെ കൂടി ബാധിച്ച് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോകുന്ന അവസ്ഥകൾ ഒഴിവാക്കാനും ഇത് വളരെ സഹായിക്കും. അപ്പോൾ നമ്മൾ മരുന്ന് കഴിക്കേണ്ട കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ മരുന്ന് മാത്രം ഒരു ആശ്രയമായിട്ട് മുന്നിൽ കണ്ട് ആഹാരത്തിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പ്രമേഹവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഭക്ഷണ നിയന്ത്രണം ഒരു മസ്റ്റ് ഡു ആണ്. ഭക്ഷണ നിയന്ത്രണം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. പ്രമേഹം ഒരു രോഗമെന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല, ഒരവസ്ഥയാണ്. അല്പം ദുർഘടം പിടിച്ച ഒരവസ്ഥ തന്നെയാണ്. കഷ്ടതകൾ നിറഞ്ഞതാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയണം, ഇന്ന് ലോകത്ത് അങ്ങോളം ഇങ്ങോളം ഒത്തിരി വ്യക്തിത്വങ്ങൾ ഈ പ്രമേഹത്തിനെതിരെ പടപൊരുതി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ്. ഉദാഹരണമായിട്ട് കമൽ ഹാസൻ, നമ്മുടെ ഉലക നായകൻ കമൽ ഹാസൻ, നമ്മുടെ ബൗളർ അനിൽ കുംബ്ലെ, പാകിസ്ഥാൻ ബൗളറായിട്ടുള്ള വസീം അക്രം, ഹോളിവുഡ് സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ടോം ഹാങ്ക്സ്, ഇവരൊക്കെ ചെയ്തു വച്ച കഥാപാത്രങ്ങളായിക്കോട്ടെ, കൊയ്തെടുത്ത വിക്കറ്റുകൾക്കായിക്കോട്ടെ, ഇന്നും പകരക്കാരെ കണ്ടെത്താനായിട്ടില്ല. ഇവരൊക്കെ ടൈപ്പ് 1 ഡയബറ്റീസിനെ വെല്ലുവിളിച്ച് ജീവിത വിജയം നേടിയെടുത്തത്, ജീവിത വിജയത്തിലേക്ക് എത്തിച്ചേർന്നത് അവർ ജീവിതത്തിൽ ഫോളോ ചെയ്യുന്ന വ്യായാമങ്ങളും ആഹാര നിയന്ത്രണവും ഒന്നുകൊണ്ട് മാത്രമാണ്. ഒറ്റ വാക്കിൽ പറയാം, ഡിസിപ്ലിൻ. ആ ഡിസിപ്ലിനിലേക്കുള്ള ആദ്യ ചവിട്ടുപടിയാണ് കൃത്യമായിട്ടുള്ള ആഹാര നിയന്ത്രണം. അതിലേക്കുള്ള ആദ്യ ചവിട്ടുപടിയാണ് ഈ വീഡിയോ. മറ്റേതൊരു വീഡിയോയും പോലെ ഈ വീഡിയോയും നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തന്നെ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് വിവരങ്ങൾ ഈ വീഡിയോ വഴി പകർന്നു തരാൻ കഴിഞ്ഞെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അടുത്ത വീഡിയോയ്ക്ക് എന്താണ് വിഷയം വേണ്ടത്, പ്രമേഹ സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ, ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിമർശനങ്ങൾ എല്ലാം തന്നെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെയാണ് മുന്നോട്ട് പോകാനുള്ള എൻ്റെ ഊർജ്ജം. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഒരു ലൈക്ക് ടാർജറ്റ് വെച്ചിട്ടുണ്ട്. ഒരു 100 ലൈക്ക് ആണ് നമ്മുടെ ടാർജറ്റ്. അതുപോലെ തന്നെ വീഡിയോ നിങ്ങളുടെ ഒരു സുഹൃത്തിനും ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലേക്കും ഷെയർ കൂടി ചെയ്യുക. മറ്റൊരു നാളിൽ മറ്റൊരു വീഡിയോയുമായി കാണാം. അതിനു വേണ്ടിയിട്ടുള്ള കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു നാളിൽ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ബൈ.